അയ്യപ്പ ദർശനത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് വൻ ഭക്തജന തിരക്കാണ് ഇക്കുറി അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വരുമാനത്തിനും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അയ്യപ്പ ദർശനത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനത്തിനും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം 58,78,00,000 രൂപയായിരുന്നു വരുമാനം. എന്നാൽ ഈ വർഷം ഇതേവരെ 77,72,00,000 രൂപയുടെ വരുമാനമാണ് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 42% വരുമാന വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കാണിക്കേരത്തിൽ കഴിഞ്ഞ വർഷം 21,45,00,000 രൂപയായിരുന്നുവെങ്കിൽ ഇക്കുറി 26,64,00,000 രൂപയാണ് കാണിക്കയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പം, അരവണ വഴിപാടുകളും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത്രയും ദിവസത്തിനുള്ളിൽ 24,28,00,000 രൂപയുടെ അരവണ വിറ്റഴിഞ്ഞപ്പോൾ ഇത്തവണ ഇത് 33,68,00,000 രൂപയായി ഉയർന്നു. 5,36,00,000 രൂപയുടെ അപ്പമായിരുന്നു മുൻവർഷം വിറ്റഴിഞ്ഞതെങ്കിൽ 7,25,00,000 രൂപയുടെ അപ്പവിതരണമാണ് ഇത്തവണ ഇതേവരെ ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ വരുമാന വർധനവ് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ അറിയിച്ചു. 77 കോടി രൂപ 72 ലക്ഷം രൂപ 77,72,00,000 രൂപ മൊത്തം വരുമാനമായി ശബരിമലയിൽ ലഭിച്ചിട്ടുണ്ട്. 77-72 ഇതിൽ 26.64 കോടി രൂപ കാണിക്കുകയാണ്. 26.64 കോടി രൂപ കാണിക്കുകയാണ്. ബാക്കി പ്രസാദ വിതരണം ഉൾപ്പെടെയുള്ളതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കഴിഞ്ഞ വർഷം മൊത്തം വരുമാനം 58.78 ആയിരുന്നു. ഏകദേശം 42% വർധനവാണ് ഇപ്പോൾ. അന്യസംസ്ഥാനത്ത് നിന്നുമെത്തുന്ന ഭക്തസഹസ്രങ്ങൾക്ക് മുൻ വർഷങ്ങളെക്കാൾ വിപുലമായ സൗകര്യങ്ങളും സംരക്ഷണവും ഇക്കുറി ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. 10 ലക്ഷം അരവണയും 2 ലക്ഷം അപ്പവും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടനകാലം പുരോഗമിക്കുമ്പോൾ ഇനിയുമേറെ ഭക്തരെത്തുമെന്ന തിരിച്ചറിവിൽ കൂടുതൽ വഴിപാട് സാധനങ്ങൾ ഉണ്ടാക്കുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു.